സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ സെലിബ്രേഷൻസിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക് യു. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് സുഷ്മ KC. മൈൻഡ് പവർ ഗ്രൂപ്പിലെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. മൈൻഡ് പവർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒരു ചെറിയ ഗ്രൂപ്പല്ല. നമ്മൾ പറയില്ലേ, ചെറിയ ഒരു ഗ്രൂപ്പ് ഇത്ര വളരെ പന്തലിച്ചിട്ട് വലുതായി കഴിഞ്ഞു. ഇനി നമ്മൾ വേണ്ടുന്നത് ഈ ഒരു നന്മ, ഈ ഒരു ഗ്രൂപ്പിലെ നന്മ വേറെ ആളത്തേക്ക് എത്തിക്കുക. പല ആൾക്കാരും പല ദുഃഖങ്ങൾ ത്രൂ ആണ് കടന്നു പോകുന്നത് അല്ലേ. നേരം ഒരു ദിവസം ഒരു ദുഃഖം വരുമ്പോൾ ആയിരിക്കും അങ്ങനത്തെ അതിൻ്റെ ആൻസർ ആയിരിക്കും നമ്മൾ അന്നോ ദിവസത്തെ ടാസ്കിലുള്ളത്. അത്ഭുതമായിട്ടുള്ള ഒരു ഐഡിയ ആണ് സന്തോഷ് സാറിൻ്റെ വന്നിട്ടുള്ളത്. ആ ഒരു ഐഡിയ ഇത്രത്തോളം 11ാമത്തെ ആനിവേഴ്സറി വരെ ഇത് എത്തിച്ച് സന്തോഷ് സാറിനും ടീമിന് വളരെയധികം നന്ദിയുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷാമ. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവറിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു വേളയിൽ എന്റെ പേഴ്സണൽ മെന്ററായ എന്റെ ഗുരുനാഥനും കൂടിയായ ഡോക്ടർ സന്തോഷ് കുമാർ സാറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. അതോടൊപ്പം തന്നെ 11 വർഷക്കാലമായി ഈ ഗ്രൂപ്പിൽ ഒരുപോലെ സന്തോഷത്തോടെ മുന്നേറാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ സന്തോഷ് സാറിനും ഈ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഓരോ വ്യക്തികളുടെയും ഏത് രീതിയിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും വളരെ ലളിതമായ രീതിയിൽ ക്ഷമയോടെ കേൾക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാറിന് ഒരുപാട് ആളുകൾക്ക് ഇനിയും നന്മ കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി, പത്തനംതിട്ട സീരിയലിലെ നയനയാണ്. സ്കൂൾ ഓഫ് മൈൻഡ് പവറിന്റെ സെലിബ്രേഷന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അനു മനോജ്. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന സ്നേഹ സൗഹൃദ കൂട്ടായ്മയിലെ ഒരു അംഗമാവാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ആദ്യം തന്നെ ഡോക്ടർ സന്തോഷ് കുമാർ സാറിനെ എൻ്റെ സ്നേഹവും ബഹുമാനവും കൃതജ്ഞതയും ഒക്കെ അറിയിക്കുന്നു. മറ്റു കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമായ ഈ ഒരു വേദി ഇത്രയും ശക്തമായ ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഡോക്ടർ സന്തോഷ് കുമാർ സാറിൻ്റെയും അതിലെ കോർഡിനേറ്റേഴ്സിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്നത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതിൽ നൽകുന്ന ഓരോ ടാസ്കുകളും അതിൽ പങ്കെടുക്കുന്നവർ അവരുടെ ചിന്തകൾക്കനുസരിച്ച് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവയെ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായ രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് നൽകുകയാണ്. അത് നമ്മുടെ തിരിച്ചറിവുകളെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ പോലും മാറ്റിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നല്ല വശത്തേക്ക്, നല്ല ദിശയിലേക്ക് തിരിക്കുവാൻ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിയതിനു ശേഷം എനിക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളൊരു വ്യക്തതയും ഫലപ്രാപ്തിയും ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളായാലും പ്രവർത്തനങ്ങളായാലും വ്യക്തികളോടായാലും ശരി, അതിലൊരു പോസിറ്റീവായ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, നന്മകൾ ആർക്കായാലും നമ്മൾ ചെയ്യണം എന്ന ഒരു ഉറച്ച തീരുമാനവും എടുത്തിരിക്കുന്നു. ഇതിനൊക്കെ സഹായകമായ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഈ സ്നേഹ സൗഹൃദ കൂട്ടായ്മയ്ക്കും അതിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവർക്കും ബഹുമാന്യനായ ഡോക്ടർ സന്തോഷ് കുമാർ സാറിനും ബഹുമാന്യരായ കോർഡിനേറ്റേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ഹായ്, നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവർ സെലിബ്രേഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവുകൾക്ക് സ്നേഹപൂർവ്വം ആശംസകളോടെ സാജൻ പള്ളുട്ടി. ബഹുമാനപ്പെട്ട ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഗ്രൂപ്പിൻ്റെയും മറ്റ് 35 സബ് ഗ്രൂപ്പുകളുടെ എല്ലാം ഡയറക്ടറും ഫൗണ്ടറും എൻ്റെ പേഴ്സണൽ മെൻറ്ററും കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവുമായ ഡോക്ടർ സന്തോഷ് സാർ, നമ്മുടെ കുടുംബത്തിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ്, ഇതിലേക്ക് കടന്നു വന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം.
ഇന്ന് നാം 11th സെലിബ്രേഷനാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. 11 വർഷം ഏതൊരു സ്ഥാപനമാണേലും യാതൊരു ഫോൾട്ടുമില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇതിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അത്രമാത്രം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ വന്നിട്ടുള്ളവർ എല്ലാവരും അവരുടെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഓരോ വ്യക്തികൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലൂടെ ആഡ് ചെയ്തുകൊണ്ട് അവരുടെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു വളരെ വലിയ ദൗത്യമാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഡോക്ടർ സന്തോഷ് സാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് സാറിന് സാധിച്ചിട്ടുണ്ട്. യാതൊരു ഫോൾട്ടുമില്ലാതെ ഈ 11th സെലിബ്രേഷൻ വരെ എത്തണമെങ്കിൽ അദ്ദേഹം എടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. രാത്രിയെന്നോ പകലോ എന്നില്ലാതെ ഓരോ വ്യക്തികളെയും ഓരോ വ്യക്തിത്വങ്ങളെയും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. സാർ എടുക്കുന്ന പാത എന്ന് പറയുന്നത്, ആ പാതയിലൂടെ മറ്റുള്ളവരെ കൂടെ നടത്തിക്കൊണ്ട് ദാനം, ധർമ്മം, കർമ്മം ഈ മേഖലകളെല്ലാം ടച്ച് ചെയ്താണ് സാർ പോകുന്നത്. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രേഷ്ഠ കർമ്മ പുരസ്കാരം സാറിനെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇത്ര മഹത്വമായ അല്ലെങ്കിൽ ഇതുപോലെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവായ ചിന്തകളെ നമുക്ക് മാറ്റി നമുക്ക് പോസിറ്റീവ് ചിന്തകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മുടെ അവിടെ വീണ് കിടക്കാതെ നമുക്ക് ഉയർച്ചയുടെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു വളരെ വലിയൊരു മഹത്തായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഡോക്ടർ സന്തോഷ് സാർ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരത്തിൽ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും ആശംസകളും അർപ്പിക്കുന്നു. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഭാഗ്യശാലികളിൽ ഭാഗ്യമുള്ളവർ തന്നെയാണ്. അവരുടെ ജീവിതവും തീർച്ചയായിട്ടും ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഉയർച്ചയിലെത്തും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ തർക്കവും വേണ്ട. ഇവിടെ എല്ലാവരും മനോഹരമായ ജീവിതം നയിക്കുവാൻ ഏവർക്കും കഴിയട്ടെ. ഈ 11th സെലിബ്രേഷന് എല്ലാവിധ ആശംസകളും നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ഡോക്ടർ സന്തോഷ് സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞാൻ നേരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന പോസിറ്റീവ് സ്നേഹ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾക്ക് ലഭ്യമാകുന്നത് ഇമോഷണലി, മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സ്പിരിച്വലി, വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, കർമ്മരംഗത്താകട്ടെ, ഇടപെടലുകളിലാകട്ടെ, എന്താണോ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇവ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയുള്ള സമയത്ത് നമ്മൾ എവിടെ താമസിച്ചുകൊണ്ടും, ജോലിയുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, സ്ത്രീ പുരുഷ ഭേദവ്യത്യാസങ്ങളൊന്നും കൂടാതെ തന്നെ ഏത് കർമ്മ മേഖലയിലുള്ളവരാകട്ടെ, ഹോം മേക്കറാകട്ടെ, ഹൗസ് വൈഫ് ആകട്ടെ, എത്തരത്തിലുള്ളവർക്കും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഇവിടെ സൂചിപ്പിച്ച തരത്തിലുള്ള ഏത് തരത്തിലുള്ള വ്യക്തി കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ മറികടക്കാൻ സഹായകരമാവുന്ന ഒരു പരിശീലന പദ്ധതിയാണ്, യൂണിവേഴ്സിറ്റിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്നതാണ് ഞങ്ങളുടെയും ഈ പ്രാക്ടീസ് ചെയ്തിരുന്ന എല്ലാവരുടെയും അനുഭവം. 11ാം വർഷം എത്തിയിരിക്കുന്ന സെലിബ്രേഷന്റെ ഭാഗമായി എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സന്തോഷ് കുമാർ സാറാണ്. സാർ ഒരുപാട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ആണ്, ട്രെയിനറാണ്, മെന്ററാണ്, മൈൻഡ് ട്രെയിനറാണ്, കൗൺസിലർ, ഹീലർ എന്നീ തുടങ്ങിയ ബഹുമുഖ പ്രതിഭയാണ്. അതോടൊപ്പം ഒരുപാട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതും സർട്ടിഫൈഡ് ആണ്. ലോക്കൽ, നാഷണൽ, ഇന്റർനാഷണൽ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ളതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ്സ് വിന്നറാണ്. അമേരിക്കയിലെ കെനഡി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൈൻഡ് മാസ്റ്റർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് എന്ന സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് പദവിയും ലഭ്യമായിട്ടുള്ളതാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, സൂം പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും അഡ്മിനുമായി ബന്ധപ്പെടാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയുള്ള സമയത്ത് സ്ത്രീ പുരുഷ മറ്റു യാതൊരു നിബന്ധനകളും കൂടാതെ അർഹതപ്പെട്ടവർക്ക് യോഗ്യതക്കനുസരിച്ച് ആവശ്യപ്പെട്ടാൽ ജോയിൻ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യമുള്ളതാണ് എന്ന് അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹായ്, ഞാൻ ബിന്നി സെബാസ്റ്റ്യൻ, ഗീതാഗോവിന്ദത്തിലെ ഗീതുവാണ്. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
എല്ലാവർക്കും നമസ്കാരം. നീണ്ട 11 വർഷങ്ങൾ പിന്നിട്ട ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി ഇന്നത്തെ ദിവസം 30/1/2026 11 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ നേട്ടം ഞാനും നിങ്ങളോടൊപ്പം പങ്കെടുക്കും. ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഓരോ പുതിയ മാറ്റങ്ങളാണ്. നമ്മളെല്ലാവരും തന്നെ വിജയിക്കാൻ വേണ്ടി ജീവിതം വിജയത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും വിജയം സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നാം പലപ്പോഴും കൃത്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മളുടെ വിജയത്തിലേക്കുള്ള പാത നമ്മൾ എങ്ങനെയാണ് വെട്ടേണ്ടത്, നമ്മളുടെ ശ്രമങ്ങൾ എത്രത്തോളം പൂർണ്ണതയിൽ എത്തിക്കണം എന്നുള്ള സന്ദേശമാണ് സ്കൂൾ ഓഫ് മൈൻഡ് പവർ പോലുള്ള ഗ്രൂപ്പുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് അറിയാം, ഓരോ ദിവസവും നമ്മുടെ 7 കോർഡിനേറ്റേഴ്സും നമുക്ക് തരുന്ന ഓരോ ടാസ്കും അത് വെറും ഒരു ടാസ്ക് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെയൊക്കെ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അറിവ് തരുന്ന വീഡിയോസാണ്. ആ വീഡിയോസിലൂടെ നമ്മൾ ടാസ്ക് പറഞ്ഞു പോവുക മാത്രമല്ല, അതെല്ലാം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനും അതിലെ സന്ദേശങ്ങൾ ഉള്ളിലേക്ക് എടുക്കാനും അത് ജീവിതത്തിലേക്കൊക്കെ പകർത്താനും ഒക്കെ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ആ വിജയം സാധ്യമായിരിക്കും. എല്ലാ മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന ജീവിത വിജയം നേടാൻ സാധ്യം തന്നെയാണ്. അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പക്ഷേ നമ്മളുടെ മനസ്സ് എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം വലിപ്പമുള്ള മനുഷ്യരായി മാറുക എന്നുള്ളതാണ് ഈ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ നമുക്ക് എല്ലാവർക്കും സന്തോഷ് സാർ ഉൾപ്പെടെ തരുന്ന സന്ദേശം. അപ്പോൾ മനസ്സിനെ വലുതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് സ്കൂൾ ഓഫ് മൈൻഡ് പവറിലൊരു ടാസ്ക് പറയുക, അതിലെ ഗ്രൂപ്പ് നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വളർന്ന് വലുതാവുകയും അതോടൊപ്പം ഒരു വലിയ മനുഷ്യനായി മാറാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾ ഓഫ് മൈൻഡ് പവറിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ 11ാമത് വാർഷികം ആണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ആഘോഷം അതിനെ കാണുന്നത്. നമുക്കറിയാം, സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്നതിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. എൻ്റെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്നതിന് ശേഷം ഉണ്ടായ എൻ്റെ മാറ്റങ്ങൾ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമ പഠിച്ചു എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഒരു കുടുംബത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യം തന്നെ സ്വയം വളരുക, മറ്റുള്ളവരെ വളർത്തുക എന്നതാണല്ലോ. ഇതിൻ്റെ പ്രത്യേകതയാണത്. ദിവസേന നമ്മൾ ടാസ്ക് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവരോട് 2 വാക്ക് സംസാരിക്കാനുള്ള കഴിവ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും നല്ല കുടുംബജീവിതം നയിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും ഒക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷ് സാറിനെ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടി എത്തട്ടെ. സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഇനി ഒരുപാട് ഉയരങ്ങളിൽ വളർന്നു പന്തലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആർജി സൗമ്യ. ഇന്ന് ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ 11th സെലിബ്രേഷൻ്റെ ആഘോഷവേളയിലാണ് എല്ലാവരും. ഒരുപാട് സന്തോഷമാണ് ഈ ഒരു ഫാമിലിയിൽ ആടാവാൻ സാധിച്ചതിന്. അതോടൊപ്പം എൻ്റെ മെൻറ്ററായ സന്തോഷ് സാറ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാനായിട്ട് എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന വലിയൊരു പ്രചോദനമാണ് എപ്പോഴും സന്തോഷ് സാറിൻ്റെ വാക്കുകൾ. അതോടൊപ്പം സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ നിന്ന് വരുന്ന ഓരോ ടാസ്കുകളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നെനിക്കൊരു ആർജി ആവാൻ സാധിച്ചതിനും അതോടൊപ്പം അനർക്ക് നൽകണമായിട്ട് സംസാരിക്കാനൊക്കെ സാധിച്ചത് എൻ്റെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ വന്നതിന് ശേഷമാണ്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് യാത്രകൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സ്കൂൾ ഓഫ് മൈൻഡ് പവറിന് 11 വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് നാഗചന്ദ്രൻ. സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ ഇപ്പോഴുള്ളത് ഖത്തറിലാണ്. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ 11ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ
എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഒരു മഹത്തായ ആശയം സന്തോഷ് കുമാർ സാറിൻ്റെ മറ്റൊരു മനോഹരമായ കണ്ടെത്തലാണ്. അതായത് സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന് പറയുന്നത് വെറും ഒരു വാട്സപ്പ് കൂട്ടായ്മയല്ല. ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ നമ്മൾ പല സാഹചര്യങ്ങളിലൊക്കെ നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ പോസിറ്റീവായി നമുക്ക് ചിന്തയോടുകൂടി മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നത്തെ ഈ കലിയുഗം ആയ ഈ സാഹചര്യത്തിൽ ഈ ഒരു ആശയം കൊണ്ടുപോകുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന് എന്താണ് നന്മ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി വിളിച്ചോതുന്ന ഒരു ആശയമാണ്. ഈ ഗ്രൂപ്പിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം. ഇന്ന് നമുക്ക് സ്കൂൾ ഓഫ് മൈൻഡ് പവറിനെ 11 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഈ 11 വയസ്സിൽ എത്ര ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുവോ അത്രയ്ക്ക് അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും നിസ്സീമമായ നിഷ്കാമമായ സേവനമാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത്. ഇത്രയും കാലം ഇതിനെ ഒറ്റയ്ക്ക് ഇതിനെ നയിച്ചു കൊണ്ടുപോകുന്നത് ഡോക്ടർ സന്തോഷ്ജിയാണ്. അദ്ദേഹം എൻ്റെ ഗുരുവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് എത്രയോ ആളുകൾക്ക് ജീവിതം പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും അതിന് ജീവിക്കാനുള്ള പ്രേരണ, ധൈര്യം ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത് നിഷ്കാമമായ അദ്ദേഹത്തിൻ്റെ സേവനം കൊണ്ട് മാത്രമാണ്. ഇതിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ദയനീയമായി കഴിയുന്ന പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ കൊടുക്കുകയും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷയ്ക്കും മറ്റ് അനാഥാലയങ്ങളിലുമൊക്കെ വലിയ വലിയ സേവനങ്ങൾ ചെയ്തു വരുന്നു. വേൾഡ് റെക്കോർഡുകളും പിന്നീട് ഇൻ്റർനാഷണൽ റെക്കോർഡ്സുകളും അവാർഡ്സുകളും എല്ലാം കരസ്ഥമാക്കിയ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇതിനെ ഒരാഴ്ചയിൽ ഓരോരുത്തരുമായിട്ട് 7 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരാണ് സാറിടുന്ന ഓരോ ടാസ്കും കൃത്യനിഷ്ഠയോടുകൂടി അതിന് ടാസ്കായിട്ട് നമുക്ക് രാവിലെ തന്നെ ആ കൃത്യസമയത്ത് ഇടുകയും അതിന് നല്ല ഒരു ബാക്ക് ഫീഡ് തരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ പ്രവൃത്തിയാണ്. ഇതൊന്നും ആരും ഒരു പൈസ പോലും വാങ്ങിക്കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. സന്തോഷ ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാം അനശ്വരമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രിയ കൂട്ടുകാരുടെയും ആത്മാർത്ഥമായ ആശയവിനിമയം ഇതിൽ കൂടി വരുന്നുണ്ട്. അതിൽ കൂടി നമുക്ക് കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ അറിവിനെ എന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ഉള്ള ഒരു പ്രാർത്ഥന കൂടെയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ഇതിനെല്ലാം നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷ് സാറിന് ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദി അറിയിച്ചോളൂ. നമസ്കാരം. സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ 11 വർഷം പൂർത്തീകരിച്ച ഈ ആഘോഷവേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് 11 വർഷം പൂർത്തീകരിക്കുന്ന ഒരു നിസ്സാര കാര്യമല്ല. ആ ഒരു ഗ്രൂപ്പിൽ അംഗങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഇതിൽ അംഗമായിട്ട് വരുന്ന ആൾക്കാർക്കുള്ള മാറ്റങ്ങൾ ദിനംപ്രതി
പോസിറ്റീവ് ചിന്തകളോട് കൂടിയ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉൾപ്പെടുന്ന വീഡിയോസുകൾ കണ്ടെത്തി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്. അത് 11 വർഷമാണ് തുടർച്ചയായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള നല്ലൊരു ഉദ്ദേശശുദ്ധിയായിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നിസ്സാര സമയം മതി. 1-2 മാസം നല്ല ഊഴിയത്തിൽ അത് കൊണ്ടുനടക്കാനും പറ്റും. പക്ഷേ ആ ഗ്രൂപ്പിലെ അംഗങ്ങളെ പിടിച്ച് നിർത്താനുള്ള ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലെ നല്ല ചിന്തകളാണ്. ഇപ്പം ഞാൻ അധികം നാളൊന്നായിട്ടില്ല നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട്. ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം, ഡോക്ടർ സന്തോഷ് സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കെന്ന് പറയാലോ, ഗ്രൂപ്പാകുമ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ള മനസ്സിലാക്കിയവരാരും പോവില്ല ഇതിനകത്തുനിന്ന്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഇതിനകത്ത് വരുന്ന വീഡിയോസുകൾ ഞാൻ ദിനം പ്രതി സ്റ്റാറ്റസായിട്ടും ഒരുപാട് മനസ്സിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന സങ്കടങ്ങളും ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളുണ്ടാവും, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ, എൻ്റെ അറിവിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഞാനിത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരും ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഇത്രയും നല്ലൊരു മെഡിസിനായിട്ടാണ് അവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ വാട്സപ്പ് മെസ്സേജിൽ കാണുന്ന പോലെ ഒരു ഫോർവേഡ് മെസ്സേജായിട്ട് ഒരിക്കലും കാണുന്നില്ല. നല്ലൊരു മെഡിസിൻ, ഒരു മരുന്ന്, ഒരു ഔഷധ മൂല്യമുള്ള കണ്ടന്റുകളാണ് ദിനം പ്രതി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് സാറും കോർഡിനേഷൻ ടീമും നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ അതെത്ര കിട്ടിയാലും മതിയാവില്ല. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ ഇന്ന് 11ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടറും അഡ്മിനും എൻ്റെ പേഴ്സണൽ മെൻറ്റർ കൂടിയായ ഡോക്ടർ സന്തോഷ് കുമാർ സാറിനും ഇതിൻ്റെ ഓരോ കോർഡിനേറ്റേഴ്സിനും അതുപോലെ ഓരോ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഒരു സൗഹൃദ കൂട്ടായ്മ ഒരു ദശാബ്ദം പിന്നിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിനു വേണ്ടി ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ഡോക്ടർ സന്തോഷ് കുമാർ സാറ് അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആ ഒരു കഠിനാധ്വാനം, അതുപോലെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനെടുത്ത ശ്രമങ്ങൾ ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു ഗ്രൂപ്പ് 11 വർഷങ്ങൾ കടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ ഈ 11 വർഷം നമ്മളെവിടെയായിരുന്നു, ഈ ഗ്രൂപ്പിൽ നമ്മൾ എത്തിപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഇതിനു മുൻപ് എന്തായിരുന്നു നമ്മൾ എന്നൊക്കെ നമുക്കൊരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. കാരണം ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു സാറിൻ്റെ ഗൈഡൻസോടുകൂടി നമ്മൾ മുന്നോട്ട് പോയ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും നമുക്ക് മറ്റുള്ളവരോടുള്ള സമീപനത്തിലായാലും ഒക്കെ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു കൂട്ടായ്മ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമേകാനും അതുപോലെ അവർക്ക് ആശ്വാസമേകാനും ഒരുപാട് വിശക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിശപ്പകറ്റുന്നതിനും ഒക്കെ സാറിന് കഴിയട്ടെ എന്നും അതുപോലെ ഈ ഒരു കൂട്ടായ്മ ഒരുപാട് നാളുകൾ വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവറിൻ്റെ 11ാമത് വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓൾ ഇൻ ആളായ
ഡോക്ടർ സന്തോഷിക്ക് ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഈ അവസരത്തിൽ നേരുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം തന്നെ സ്വയം വളരുക, മറ്റുള്ളവരെയും വളർത്തുക എന്നുള്ളതാണ്. ഇതുപോലൊരു വാട്സാപ്പ് കൂട്ടായ്മ ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവും മികവും പ്രത്യേകം സ്തുത്യർഹമാണ്. നമ്മുടെ ഗ്രൂപ്പ് ദിനം പ്രതി വളരുകയാണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വയം വളരുക, മറ്റുള്ളവരെയും വളർത്തുക എന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്നേഹസൗഹൃദ കൂട്ടായ്മയായ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഈ മനോഹരമായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ 11ാമത് വാർഷികം, അതിന് എല്ലാവർക്കും എൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. അതിനുകൂടെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി നിറയ്ക്കാനും അത് പോസിറ്റിവിറ്റിയോടെ കാണാനുമുള്ള ഒരു ത്വര എനിക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ സ്ഥായിയായിട്ടുള്ള പല രീതിയിലുള്ള പുച്ഛമായാലും നെഗറ്റിവിറ്റി ആയാലും നമ്മൾ പല രീതിയിലുള്ള സമൂഹത്തിൽ നിന്നും പല രീതിയിലുള്ള കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്. എന്നാൽ ഈ എല്ലാ ദിവസവും ഈ ഒരു ചെറിയൊരു 2 മിനിറ്റ് മാറ്റി വെക്കുന്നതിലൂടെ നമ്മുടെ പോസിറ്റിവിറ്റിയിൽ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ആശയം തന്നെ വളരെ ഉപകാരപ്രദമാണ്. അതിന് സന്തോഷ് സാറിനോട് മറ്റുള്ള കോർഡിനേറ്റർമാരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ 11ാമത് വാർഷിക ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ സന്തോഷം നിറഞ്ഞ ആഹ്ലാദവേളയിൽ ഗ്രൂപ്പിൻ്റെ സന്തോഷത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഈ ഒരു ഗ്രൂപ്പിൽ എന്നെ അംഗമാക്കിയതിന് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മെൻറ്റർ സന്തോഷ് സാറിനോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളായി, ഓരോ ടാസ്കുകളായി നമ്മുടെ ചിന്തകളെയും നമ്മുടെ പോസിറ്റീവ് എനർജിയെയും ഉയർത്തുന്ന നമ്മുടെയൊക്കെ കോർഡിനേറ്റർ, നമ്മുടെ സംസാരങ്ങൾക്ക് പോസിറ്റീവായ മറുപടിയുമായി വരുന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാറ് ഒരുപാട് ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുകയും ഒരുപാട് മഹത് പ്രവർത്തനങ്ങളിലൂടെ ആ വാർഡുകൾ വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്ത അസാധാരണമായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മഹത് വ്യക്തിയായി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.